Good morning all. Today we are going to learn 9th standard geography chapter 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായത് 3 തരം ഫലക അതിരുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ് 3 ഫലക അതിരുകൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഇതില് ഈ ഇമേജസിൽ കൊടുത്തിട്ടുണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ, ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ, ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ, ഇങ്ങനെ 3ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതില് സംയോജ സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കുന്നു? വലനം സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് സംഭവിക്കുന്ന പ്രക്രിയ എന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? വലനം എന്ന് ഓർത്തുവെക്കുക. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളെയാണ് നമ്മൾ മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അത് ഓർത്തുവെക്കുക. അതായത് ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു എന്ന് ഓർത്തുവെക്കുക. പിന്നീട് എന്ത് ചെയ്തു? ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്നാണ് ആദ്യം നമ്മൾ പറയുകയുണ്ടായി. അതായത് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് എന്ത് ചെയ്തു? വടക്കോട്ട് നീങ്ങുകയും യൂറോപ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് എന്ന് പറയുന്ന സമുദ്രം, ഏതാണ്? ടെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മടങ്ങി ഉയർന്നു വരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗിരികന്ധരം? അതായത് ഹിമാലയത്തിന്റെ നിരയ്ക്ക്, അതായത് ഹിമാലയ നിരയ്ക്ക് കുറുകെയുള്ളതാണ് ഈ ഒരു ഗിരികന്ധരം എന്ന് പറയുന്നത്. അതായത് ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെ ആണ് ഗിരികന്ധരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് എന്ന് ഓർത്തുവെക്കുക. എന്താണ്? ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ അടുത്തത് സിന്ധു, ഗംഗ, അതുപോലെ തന്നെ സത്ലജ് തുടങ്ങിയ നദികൾ അപരദന ഇറോഷനിലൂടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു? സിന്ധു നദി, അതുപോലെ ഗംഗാ നദി, സത്ലജ് തുടങ്ങിയ നദികൾ എന്ത് ചെയ്യുന്നു? അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. അപ്പോൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എന്ത് ചെയ്യും? പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തെ ഏത് ബേസിസിലാണ്? അതായത് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. ഇവ ഏതൊക്കെയാണ്? 1 പടിഞ്ഞാറൻ ഹിമാലയം, 2 മധ്യ ഹിമാലയം, 3
കിഴക്കൻ ഹിമാലയം. അപ്പൊ ഏതൊക്കെയാണ് പ്രാദേശിക വിഭാഗങ്ങളായി ഹിമാലയത്തെ തിരിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഹിമാലയ പർവ്വത നിരകളുടെ പ്രാദേശിക വിഭാഗങ്ങൾ. അതായത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്ന ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. കാരക്കോറം, ലസൂക്ക, അങ്ങനെയൊക്കെ ഉള്ളത്. ലഡാക്ക് അല്ല, ലഡാക്ക് വരും, കാരക്കോറം വരും, അതുപോലെ തന്നെ സസ്കർ നിരകളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഹിമാലയത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹിമാലയത്തിൽ ഒരുപാട് വരുന്നുണ്ട്. ബ്ലൂ കളറിലുള്ളതെല്ലാം ഹിമാലയത്തിൽ വരുന്നതാണ്. അടുത്തത് കിഴക്കൻ കുന്നുകൾ, പർപ്പിളിൽ കിഴക്കൻ കുന്നുകളുള്ളത്, ഇതൊക്കെ നോക്കി വെക്കുക. അടുത്തത് മധ്യ ഹിമാലയം, യെല്ലോ കളർ കിഴക്കൻ ഹിമാലയം, അതുപോലെ പടിഞ്ഞാറൻ ഹിമാലയം, ഇതിലൊക്കെ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത നിരകളും പ്രാദേശിക വിഭാഗങ്ങളാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ നോക്കി വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതായത് ഹിമാലയ മേഖലയിൽ എന്ത് ചെയ്യുന്നു? ഒരുപാട് നദികൾ വേർതിരിക്കുന്ന ഹിമാലയ മേഖലകളെ, അതായത് പ്രാദേശിക മേഖലയുമായി വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹിമാലയ മേഖല എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു നദി, അതുപോലെ തന്നെ കാളി എന്ന് പറയുന്ന നദി. അതുപോലെ മധ്യ ഹിമാലയത്തിനെ വേർതിരിക്കുന്ന നദികളാണ് കാളി നദിയും ടീസ്ത എന്ന് പറയുന്ന നദി. അടുത്തത് കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നതാണ് ടീസ്തയും ബ്രഹ്മപുത്ര നദിയും. ഇത് ഓർത്തു വയ്ക്കുക. അപ്പോ അതൊക്കെയാണ് ഹിമാലയ മേഖലയെ വേർതിരിക്കുന്ന നദികളെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി, അതായത് ഘാഘര നദിയുടെ പോഷക നദിയാണ് കാളി നദി. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഘാഘര നദിയുടെ പോഷക നദി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കാളി നദി എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. അതായത് താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറിലുള്ള, അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കാളി നദി എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്കാണ് കാളി നദി അല്ലെങ്കിൽ ഘാഘര നദിയുടെ പോഷക നദി ഉള്ളത്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന മൗണ്ട് K2ന്റെ പിക്ചറാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്താണെന്ന് നോക്കാം. എന്താണ് കാശ്മീർ ഹിമാലയം? അതായത് ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ചിലപ്പോൾ ചോദിക്കാം, കാശ്മീർ ഹിമാലയത്തിന് എത്ര കിലോമീറ്റർ നീളവും എത്ര കിലോമീറ്റർ വീതിയും ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അതുപോലെ മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ്. അതായത് ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് വരുന്നത് കാരക്കോറ, അതെല്ലാരും കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പോ 1 കാരക്കോറം, 2 ഏതാണ്? സസ്കർ, 3 ലഡാക്ക്, 4 പീർ പഞ്ചൽ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വത നിരകൾ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വേറൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? മൗണ്ട് K2 ആണ്. അപ്പോ ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത് ആണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ മൗണ്ട് K2 ആണെന്ന് ഓർത്തു വെക്കുക. അതായത് അതുപോലെ തന്നെ ഗോഡ്വിൻ ഓസ്റ്റിൻ 86 എന്ന് പറയുന്നത്, അതായത് 861 മീറ്റർ കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് നിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കാരക്കോറം നിരയിലാണ് ഈ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മൗണ്ട് K2 എന്ന് ഓർത്ത് വെക്കുക.
അതുപോലെ തന്നെ സിയാച്ചിൻ, ബോൾട്രോരോ തുടങ്ങിയ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോരയുമാണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ സിന്ധു നദിയിലും അതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നതും ഈ ഹിമാനികളാണ്. അപ്പൊ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ്. ചിലപ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു പേരായിരിക്കും തരുന്നത്. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് സിന്ധു നദിയുടെ പോഷക നദിയായി വരുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രവിയുണ്ട്, ചലമുണ്ട്, ചിനാബുണ്ട്. ഇത് വായിച്ചു വെച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ തുടങ്ങിയവയിലും വർഷം മുഴുവൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നതും ഈ ഹിമാനികളാണെന്നാണ് പറയുന്നത്. അതുപോലെ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. അപ്പോൾ ഗതാഗതം സാധ്യമാക്കുന്നത് ഏതാണ്? പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചുരങ്ങളാണ് എന്ന് ഓർത്തുവെക്കുക. ചുരങ്ങളാണ് ഈ അതായത് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത്. അതുപോലെ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചുരങ്ങൾ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാലും എന്താണ്? ചുരങ്ങൾ എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ് എന്ന് ചോദിച്ചാൽ, അതായത് പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ഏതാണ്? ബനിഹാൽ ചുരം എന്ന് ഓർത്തുവെക്കുക. ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് സിയാച്ചിൻ ഹിമാനി. ഓക്കെ. അതായത് നമ്മളിവിടെ രണ്ട് ഹിമാനികളെ കുറിച്ച് പഠിച്ചു, സിയാച്ചിനും ബോൾട്ടോരയും. അപ്പൊ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന സിയാച്ചിൻ ഹിമാനിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? സിയാച്ചിനാണ്. അതായത് സിയാച്ചിൻ എന്ന് പറയുന്ന ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് നമ്മുടെ സിയാച്ചിനാണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ ജലസമൃദ്ധമാവാൻ കാരണം എന്തായിരിക്കും? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ഒരുപാടുള്ളത് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ദാലിന്റെ തടാകത്തിന്റെ കരയിലാണ് ഏത് പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ശ്രീനഗർ പട്ടണം. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഈ ശ്രീനഗർ പട്ടണം എന്ന് പറയുന്നത്. ദാൽ തടാകത്തിലെ ശികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പോൾ കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകൾ ഏതൊക്കെയാണ്? ദാൽ തടാകത്തിലെ ശികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുമാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഈ തടാകത്തിന്റെ കരയിലാണ് ഏത് തടാകത്തിന്റെ? ദാൽ എന്ന് പറയുന്ന തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം എന്ന് ഓർത്തുവെക്കുക. ശ്രീനഗർ പട്ടണം എന്ന് പറയുന്നത് വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാണ് എന്നും ഓർത്തുവെക്കുക. അതുപോലെ തന്നെ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പുൽമേടുകളെ അറിയപ്പെടുന്നത് മർഗുകൾ എന്നാണ്. മർഗുകൾ. അടുത്തത് ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് എന്ന് പറയുന്ന പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. അതുപോലെ സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. അപ്പോൾ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ അറിയപ്പെടുന്ന പേര് ഓർത്തുവെക്കുക. എന്താണ്? മർഗുകൾ എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ. അതായത് സ്കീയിങ് എന്ന് പറയുന്നത് സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായാണ് ധാരാളം സഞ്ചാരികളെ ഈ പ്രദേശം ആകർഷിക്കുന്നത്. കണ്ടോ? മഞ്ഞുകാലത്ത് ഇങ്ങനെ, വേനൽക്കാലത്ത് ഇങ്ങനെയാവും. ഇതിനെ സോൺമർഗ് എന്നും ഗുൽമർഗ് എന്നും അറിയപ്പെടുന്നു. അവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് ഓർത്തുവെക്കുക.
അടുത്ത എന്താണ് ഹിമാചൽ ഹിമാലയം എന്ന് നോക്കാം. അതായത് പ്രധാനമായി ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗത്തെയാണ് ഹിമാചൽ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹിമാചൽ ഹിമാലയത്തിലെ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ് ഒക്കെയാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികളെന്ന് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ പർവ്വത നിരകളെയാണ് ധൗളാധാർ, അതുപോലെ പീർ പഞ്ചാൽ എന്നിവ. ഈ പ്രദേശത്തെ പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ധൗളാധറും അതുപോലെ തന്നെ പീർ പഞ്ചാലും ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങളുണ്ട്. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ. ഇവയിൽ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രതാലും ഇവിടെ പിക്ചറുണ്ട്. അതുപോലെ തന്നെ താലെന്നും അതുപോലെ സൂരജ് താലെന്നും അറിയപ്പെടുന്നു. അതുപോലെ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരലച്ചാല ചുരം. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാരലച്ചാല ചുരം എന്ന് ഓർത്തു വെക്കുക. ഇത് അതുപോലെ തന്നെ കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പൊ കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ഏതാണ്? ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരം എന്ന് ഓർത്തു വയ്ക്കുക. ഏതാണ്? റോഹ്താങ് ചുരം. ഇതെവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് ഇതൊക്കെ. അവിടുത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചിനാബ്, രവി, ബിയാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, now let's wind up this section. If you like my channel, please like, share and subscribe. Okay, thank you.